ഹലോ. ഇടയിൽ നല്ല അടിപൊളി ഒരു സദ്യ കിട്ടുന്ന സ്ഥലമാണേ കൊല്ലത്ത്. സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ശ്രീ ആനന്ദഭവൻ ഹോട്ടൽ, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ സദ്യ എന്നല്ല, നമ്മൾ ഇച്ചിരി ഒരു അഡ്വാൻസ് ഒരു സ്പെഷ്യൽ ഫുഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കല്യാണ സദ്യ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും. കുഞ്ഞു പരിപ്പുവട ഉണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അടപ്രഥമൻ, ബ്രഹ്മസലി എല്ലാം ഉള്ള നല്ല ഒരു അടിപൊളി സദ്യ എന്ന് തന്നെ പറയാം. സാധാരണ എനിക്ക് ഈ നമ്മുടെ നോൺ വെജ് ഫുഡാണ് കൂടുതൽ ഇഷ്ടം. പുറത്ത് പോയാൽ ഞാൻ അതേ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു ഫുഡ് കഴിച്ചപ്പോഴത്തേനും എനിക്ക് ആ ഒരു വിഷമം, നോൺ കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ പോയി കേട്ടോ. നല്ല നെയ്യിൽ മൂപ്പിച്ച തേങ്ങയൊക്കെ വറുത്ത് ഈ അടപ്രഥമനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോരാഞ്ഞിട്ട് സാധാ സദ്യക്കുള്ള കണക്ക് തന്നെ 10-12 കൂട്ടം തൊടുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പച്ചടി, കിച്ചടി, നാരങ്ങ, അവിയൽ, തോരൻ, അവിയലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ അങ്ങ് ഒത്തിരി കുറവൊന്നുമല്ല, സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഈ ബ്രഹ്മസല്ലിയും ബോളിയും കൂടെ ആണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ബോളി വെറുതെ മേടിച്ച് കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അത് പോരാതെ എനിക്ക് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ പപ്പടവും ബോളിയും കൂടെ, എന്തോ എനിക്ക് 2 പപ്പടം കിട്ടിയടേ. അത് കാരണം എനിക്ക് പായസം തികഞ്ഞില്ല. പിന്നെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കുറച്ച് ബ്രഹ്മസല്ലി പായസം കൂടെ എടുത്ത് ഈ ഒരു കോമ്പിനേഷനും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്, ഈ പപ്പടവും ബ്രഹ്മസല്ലിയും കൂടെ. അപ്പം ഞാനിങ്ങനെ വീഡിയോയും എടുത്ത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അച്ഛൻ കഴിച്ചെണീറ്റ് പോയി. ഞാനും അച്ഛനും ചേച്ചിയും കൂടെയാണ് കഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെയുള്ള എല്ലാ ഡിഷസും കഴിച്ചിട്ട് ഞാൻ എണീക്കും. അപ്പം ഞാൻ വേണ്ട ലേശം പുളിശ്ശേരി ഒഴിച്ച്, ചമ്മന്തി ഒഴിച്ച്, നമ്മുടെ തൈര് മുളകും കൂടെ പുരട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട പച്ചമോരും കൂടെ വന്നത്. പിന്നെ അത് മിസ് ചെയ്യാൻ പറ്റുമോ? അത് കുറച്ച് കുടിക്കുകയും ചെയ്ത് ചോറിലൊഴിച്ച് കഴിക്കുകയും ചെയ്ത്, എന്നിട്ട് ലാസ്റ്റ് നല്ല കരിങ്ങാലി ഇളം ചൂടുവെള്ളം ഉണ്ടായിരുന്നേ, അതും കൂടെ കഴിച്ചപ്പോഴത്തേനും എല്ലാവരും എണീറ്റ് പോയി. പിന്നെ അതാ ഇരിക്കുന്നു, ബില്ലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. ഓക്കേ.